അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1295, സൂറത്തു തൗബ 60-ാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഇന്നമ സദഖാത്തു, നിശ്ചയം നിർബന്ധദാനങ്ങൾ അഥവാ സക്കാത്തുകൾ ലിൽ ഫുഖറാഇ, ദരിദ്രന്മാർക്ക് മാത്രമായി നൽകപ്പെടേണ്ടതാണ്. വൽ മസാക്കീനി, സാധുക്കൾക്കും, വൽ ആമിലീന അലൈഹ, സക്കാത്തിന്റെ മേലിൽ ജോലി ചെയ്യുന്നവർക്കും, വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, മനസ്സിണക്കപ്പെട്ട അഥവാ പുതു മുസ്ലിമീങ്ങൾക്കും, വഫിർ റിഖാബി, മോചനപത്രം എഴുതിയ അടിമകൾക്കും, വൽഗാരിമീന, കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും, വഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫ്രീ ആയി സൈനിക സേവനം നടത്തുന്നവർക്കും, വബിനി സബീലി, യാത്രക്കാർക്കും മാത്രമാണ് സക്കാത്ത് നൽകപ്പെടേണ്ടത്. ഫരീളത്തൻ മിനല്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു നിശ്ചയമാണ്, അള്ളാഹു നിശ്ചയിച്ച ഒരു നിയമമാണ്. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു തആല എല്ലാം അറിയുന്നവനും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാകുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. കഴിഞ്ഞ സൂക്തങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വത്ത് വിതരണം ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നീതി പാലിക്കാൻ വേണ്ടി പറഞ്ഞു. ആ പറഞ്ഞ ആളുകൾ വാസ്തവത്തിൽ നബി തങ്ങളെ പരിഹസിക്കലും അള്ളാഹുവിന്റെ റസൂലിനെ കൊച്ചാക്കി കാണിക്കലുമായിരുന്നു അവരുടെ ഉദ്ദേശവും ലക്ഷ്യവും. അതുകൊണ്ട് തന്നെ ആ ആളുകൾ വലിയ അപകടകാരികളാണ് എന്ന് നേരത്തെ നമ്മൾ വിശദീകരിച്ചു. ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തുടർച്ചയായി അവിടെ പറഞ്ഞ വിതരണത്തിൽ സക്കാത്ത് മാത്രമല്ല, അല്ലാത്ത പൊതുവായിട്ടുള്ള ഫണ്ടുകളൊക്കെ പെടും എങ്കിലും സക്കാത്തിനൊന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തുന്ന ഒരു ശൈലിയാണ് ഇവിടെ അല്ലാഹു തആല സ്വീകരിച്ചത്. സക്കാത്ത് അതിന് നിശ്ചിത യോഗ്യതയുള്ള ആളുകളുണ്ട്. 8 വിഭാഗങ്ങൾക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ. മറ്റാർക്കും സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല. ആ 8ൽ നിന്ന് തന്നെ എല്ലാ കാറ്റഗറികളും ഇന്ന് നിലവിലില്ല എന്നുകൂടി നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിലൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുകയും വേണം. അതുകൊണ്ട് സക്കാത്ത് എന്ന് പറയുന്നത് അതൊരു നിർബന്ധമായ ഘടകമാണ്. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ്. അഥവാ മനുഷ്യന്റെ മാനസികം, ശാരീരികം, സാമ്പത്തികം, ഈ 3 വിധത്തിലുള്ള ബാധ്യതകളും കൃത്യമായി നിർവഹിക്കപ്പെടുമ്പോഴാണ് ഒരാളൊരു ശരിയായ മുസ്ലിമായി മാറുക എങ്കിൽ സാമ്പത്തിക ബാധ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥതലമാണ് സക്കാത്തിലൂടെ ഇസ്ലാം സാക്ഷാത്കരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആ സക്കാത്ത് കൃത്യമായി വ്യവസ്ഥാപിതമായി തന്നെ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താതെ ഒരു മനുഷ്യന്റെ ഈമാനും ഇസ്ലാമും പൂർത്തിയാവില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പല ആളുകളും നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യമായി സക്കാത്തിന്റെ വിഷയമൊന്നും പരിഗണിക്കാത്ത, എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ സക്കാത്തിന്റെ ബാധ്യത വീടി എന്ന് ധരിച്ചു വെക്കുന്ന ധാരാളം ദോഷൈകതൃക്കുകളായ മനുഷ്യരുണ്ടിപ്പോ. അതുകൊണ്ട് തന്നെ അവർ സക്കാത്തിന്റെ ഒരു ഫണ്ട് കണക്കാക്കും. ആ കണക്കാക്കുന്ന ഫണ്ട് മാറ്റിവെച്ച് ആര് വന്നാലും അതിൽ നിന്ന് എടുത്തു കൊടുക്കുകയും ഞാൻ സക്കാത്ത് കൊടുത്തേ എന്ന് സ്വയം അഭിമാനിക്കുകയും ചെയ്യുന്ന ദുരന്തം ഇപ്പൊ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സക്കാത്ത് എന്ന ഈ നിർബന്ധ ബാധ്യത വീടണമെങ്കിൽ കൃത്യമായി ചില വ്യവസ്ഥകൾ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലത്തുണ്ടാകുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ പല അരുതായ്മകളും ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നാൽ തീക്കാറ്റ് വരെ പ്രതീക്ഷിക്കേണ്ടി വരും എന്ന് തങ്ങൾ താക്കീത് നൽകി. ആ താക്കീത് നൽകിയ വിശാലമായ ഹദീസിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: സക്കാത്ത് കുടിശ്ശികയാക്കുന്ന കാലം വന്നാലെന്ന്. സക്കാത്ത് കുടിശ്ശികയാക്കുക എന്ന് പറയുന്നത് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നതും
സക്കാത്തായി വ്യവസ്ഥാപിതമായി നിയമങ്ങൾ പാലിക്കപ്പെടാത്ത വിധത്തിൽ നൽകപ്പെടുന്നതുമൊക്കെ ആ ഗണത്തിൽ പരിഗണിക്കപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സക്കാത്തിന്റെ മസ്അലകൾ കൃത്യമായി മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും തന്നെ വേണം സക്കാത്ത് കൊടുക്കാൻ എന്നത് ഓരോ നൽകുന്നവരും സക്കാത്ത് ദായകരും പ്രത്യേകമായി ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏതായാലും ഈ സൂക്തം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ഹാഫിദ് ഇബ്നു കസീർ ഉൾപ്പെടെയുള്ളവരെല്ലാം അത് ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ സിയാദ് ബിനുൽ ഹാരിസ് സദ്ദാഇ റഹ്മഹുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ നബി തങ്ങളുടെ അടുത്ത് വന്നു. അങ്ങനെ ഫബായഅതുഹു, മുത്തുനബിയുമായി ഞാൻ കരാറിൽ ഏർപ്പെട്ടു. തങ്ങളുടെ കൽപ്പനകളൊക്കെ സ്വീകരിച്ച് ജീവിച്ചോളാമെന്ന് നബിതങ്ങളുമായി ഞാൻ കരാർ ചെയ്തു. അപ്പോൾ ഫാത്താഹു റജുലുൻ, ഒരാൾ വന്നു നബിതങ്ങളുടെ അടുത്തേക്ക്. ഫഖാൽ, എന്നിട്ട് ആ വന്നയാൾ പറഞ്ഞു, അഅ്തിനി മിന സദഖ, എനിക്ക് സക്കാത്തെന്ന് കുറച്ച് തരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ ലം യർള ബിഹുക്മി നബിയ്യിൻ വലാ ഗൈരിഹി ഫി സദഖാത്തി ഹത്താ ഹകമ ഫീഹാ ഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിന്റെ വിഷയത്തിൽ നബിയുടെയോ അല്ലാത്ത ആളുടെയോ ഒരു വിധിയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കുന്നതിന് മുമ്പ് അല്ലാഹു പൊരുത്തപ്പെടുകയില്ല. അതായത് സക്കാത്ത് ആർക്ക് കൊടുക്കണം എന്നതിനാവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് അത് അല്ലാഹു തആല തന്നെ ഡിക്ലെയർ ചെയ്യും. അങ്ങനെ ഡിക്ലെയർ ചെയ്തപ്പോൾ ആ അല്ലാഹു തആല ഡിക്ലെയർ ചെയ്തതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ശൈലിയിൽ സക്കാത്തിന്റെ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ നബിയായ എനിക്ക് പോലും പറ്റില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്, സക്കാത്തിന് അല്ലാഹു തആല കൃത്യമായിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഫജസ്സഅഹ സമാനിയത അജ്സാഇൻ, എന്നിട്ട് 8 വിഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഓഹരി ചെയ്തു. അഥവാ സക്കാത്ത് ഈ പറയുന്ന 8 കാറ്റഗറികൾക്കുള്ളത് മാത്രമാണ്. അവർക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ. അവർക്ക് കൊടുത്താലേ സക്കാത്ത് വീടുകയുള്ളൂ, സക്കാത്തിന്റെ കടമ പാലിക്കപ്പെടുകയുള്ളൂ. എന്നിട്ട് ഈ 8 വിഭാഗത്തെ മുത്തനബി വിശദീകരിച്ചതിന് ശേഷം ആ വന്ന ആളോട് പറഞ്ഞു, ഫൈൻ കുന്തമിൻ തിൽക്കൽ അജ്സാഇ, ഈ പറഞ്ഞ 8 ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നീ പെട്ടവനാണെങ്കിൽ അഅതൈതുക ഹഖഖ്, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് തരാം. ഈ 8 ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിങ്ങൾ പെടുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഇമാം അബൂദാവൂദ് ഉൾപ്പെടെയുള്ളവർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് നിർബന്ധമായ സക്കാത്ത് എന്ന് പറയുന്ന ദാനം, സദഖ എന്ന് പറയുന്ന സാധാരണഗതിയിൽ നമ്മൾ പ്രയോഗിക്കൽ സുന്നത്തായ ധർമ്മങ്ങൾക്കാണ്. എന്നാൽ നിർബന്ധ ദാനത്തിനും എന്താക്കും, ചില ഘട്ടങ്ങളിൽ സക്കാത്ത് എന്ന് പറയും. കാരണം സുന്നത്തായ സദഖകൾക്ക് ഇങ്ങനെ ഈ 8 വിഭാഗത്തിനെ കൊടുക്കാവൂ എന്നുള്ള വ്യവസ്ഥയൊന്നുമില്ല. ഇല്ലെന്ന് മാത്രമല്ല, ഇതിൽ പെടാത്ത പല ആവശ്യക്കാർക്കും ദാനമായി കൊടുക്കാൻ, സക്കാത്ത് അല്ലാത്ത ദാനം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരും അതേപോലെ തന്നെ നിർബന്ധിതരുമായിരിക്കുകയും ചെയ്യും. പക്ഷെ സക്കാത്ത് കൊടുക്കുന്നിടത്ത് ഈ 8 കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് അല്ലാതെ കൊടുക്കാൻ പാടില്ല. അല്ലാതെ കൊടുത്താൽ അത് സക്കാത്തായി പരിഗണിക്കപ്പെടുകയുമില്ല എന്നത് അടിസ്ഥാനപരമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ അവരവരുടെ താൽക്കാലികമായ ചില വികാരങ്ങൾ അല്ലെങ്കിൽ ചില കണക്കുകൂട്ടലുകൾ, ആ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് മസലകൾ ഒപ്പിക്കുന്ന പരിപാടികളൊക്കെ പലതും നടത്തുന്നുണ്ട്. ചിലർ തങ്ങളുടെ സംഘടന വളർത്താൻ, അതേപോലെ തന്നെ തങ്ങളുടേതായിട്ടുള്ള ഒരു മൂവ്മെന്റ് അത് സജീവമാണെന്ന് വരുത്തി തീർക്കാൻ ഒക്കെ ഈ സക്കാത്ത് കൊണ്ട് കളിക്കുന്ന ഒരു ദുരന്തം നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും സക്കാത്ത് അങ്ങനെ കളിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. ഈ 8 കാറ്റഗറിക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതേസമയത്ത് ബാക്കിയുള്ള ഈ ലോകത്ത് ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ വേറെയും ധാരാളമുണ്ട്. ആ ആവശ്യക്കാർക്കൊക്കെ നമ്മുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് അല്ലാത്ത ഒരു വിഹിതം കൊടുക്കാൻ ധനികരായ ആളുകൾക്ക് ബാധ്യതയും കടമയുമുണ്ട്. ആ കടമ അവർ കൃത്യമായിട്ട് നിർവഹിക്കുകയും വേണം. സക്കാത്ത് കൊടുത്താൽ പിന്നെ എനിക്കിഞ്ഞൊന്നുമില്ല കടമ എന്ന് ചിന്തിക്കരുത്. വഫി അംവാലിഹിം ഹഖ്ഖും മഅലൂമുൽ ലിസ്സായിലി വൽ മഹറൂം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മൾ അറിയിച്ചിട്ടുണ്ടല്ലോ. അവരുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും ക്ഷതമോർത്ത് ചോദിക്കാത്തവർക്കുമൊക്കെ ഒരറിയപ്പെട്ട വിഹിതം കൊടുക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ നാട്ടിലൊരാൾ പ്രയാസക്കാരനാണെങ്കിൽ ആ പ്രയാസക്കാരന്റെ പ്രയാസം തീർത്തു കൊടുക്കാൻ ആവശ്യമായ സമ്പത്ത് അത് വിനിയോഗിക്കാൻ നാട്ടിലുള്ള ധനികന്മാരായ ആളുകൾക്ക് കടമയുണ്ട്.
ചിലപ്പോൾ സക്കാത്തിന്റെ അവകാശിയായിട്ട് ഇദ്ദേഹത്തെ പരിഗണിക്കാൻ പറ്റില്ലായിരിക്കും. എന്നാലും മറ്റു ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ അയാളെ പരിഗണിച്ചേ പറ്റൂ. അതുകൊണ്ട് പാവങ്ങൾ കഷ്ടപ്പെടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ പാവങ്ങളെ സഹായിക്കാൻ എന്ന പേരിൽ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ സക്കാത്ത് എടുത്തിട്ട് കൈകാര്യം ചെയ്യാനും പാടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സക്കാത്ത് ഈ 8 കാറ്റഗറിക്ക് കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ ബാക്കി സമൂഹത്തിൽ ഒരുപാട് ആളുകളില്ലേ ആവശ്യക്കാര് എന്നൊരു സംശയം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയാനുള്ളത്, അത്തരം ആവശ്യക്കാരെ കണ്ടറിഞ്ഞ് സഹായിക്കാൻ മറ്റു മാർഗങ്ങളും ഇസ്ലാം വെച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ്. പക്ഷെ അത് ഇതെടുത്തിട്ട് തന്നെ കൊടുക്കണമെന്ന് ദുർവാശി വേണ്ട എന്നേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഏതായാലും ഈ 8 കാറ്റഗറിയെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഇന്നമ സദഖാത്തു, നിശ്ചയം നിർബന്ധമായ സക്കാത്തുകൾ, നിർബന്ധമായ സക്കാത്തുകൾ അത് ലിൽ ഫുഖറായി, ദരിദ്രന്മാർക്ക് മാത്രമുള്ളതാണ്. ഇനി പറയുന്ന 7 കാറ്റഗറിക്കും അവർക്ക് ഈ 8 കാറ്റഗറികൾക്ക് മാത്രമാണ് എന്ത് കൊടുക്കാൻ പറ്റൂ, സക്കാത്ത് കൊടുക്കാൻ പറ്റൂ. മറ്റാർക്കും സക്കാത്ത് കൊടുത്താൽ വീടുകയില്ല. ഈ 8 കാറ്റഗറിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആ സക്കാത്ത് വിതരണം ചെയ്യുന്ന നാട്ടിലുള്ള ഈ 8 വിഭാഗത്തിലുള്ള എല്ലാവർക്കും കൊടുക്കുക എന്ന അർത്ഥം വെക്കണമെന്നില്ല എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കണോ? നാട്ടിലുള്ള ഈ 8ൽ നിന്ന് ലഭ്യമായ ഓരോ വ്യക്തികളെയും കൊടുക്കേണ്ടതുണ്ടോ? അതല്ല, ഓരോ വിഭാഗത്തിൽ നിന്നും ചുരുങ്ങിയത് 3 പേർക്ക് നൽകുന്ന അവസ്ഥയുണ്ടായാൽ ബാധ്യത വീടുമോ? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒക്കെ രേഖപ്പെടുത്തുന്നത് ഓരോ വിഭാഗത്തിൽ നിന്നും ചുരുങ്ങിയത് 3 വീതം പേർക്കെങ്കിലും എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോഴാണ് സക്കാത്ത് വീടുക എന്നാണ്. എന്നാൽ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെയും മറ്റുമൊക്കെ അഭിപ്രായമനുസരിച്ച് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽപ്പെട്ട ആർക്കെങ്കിലും കൊടുത്താലും എന്താകും, ബാധ്യത വീടാൻ അത് മതിയാകുമെന്ന അഭിപ്രായവും ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട മഹാനായ ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിച്ചത് കാണാം. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ മഹാനവറുകൾ പറയുന്നത്, ഹൽ യജിബു ഇസ്തിആബു ദഫ്ഇ ഇലൈഹാ ഔ ഇലാ മാ അംകന മിൻഹാ അലാ ഖൗലൈൻ. ഈ 8 വിഭാഗക്കാരിൽ നിന്ന് എല്ലാ വിഭാഗത്തിനും പൂർണ്ണമായി കൊടുക്കണമെന്നുണ്ടോ, അതല്ല അല്ലെങ്കിൽ സാധിക്കുന്ന ഏതെങ്കിലും വിഭാഗത്തിന് കൊടുത്താൽ മതിയോ എന്ന് 2 അഭിപ്രായമുണ്ട്. അതിൽ അഹദുഹുമാ, ഒന്ന് അന്നഹു യജിബു ദാലിക, എല്ലാ വിഭാഗത്തിനും കൊടുക്കൽ നിർബന്ധമാണ് എന്നതാണ്. വഹുവ ഖൗലു ശാഫിഈ വ ജമാഅ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു സംഘം പണ്ഡിതന്മാരും അതാണ് പറയുന്നത്. വസ്താനി, രണ്ടാമത്തെ അഭിപ്രായം അന്നഹു ലാ യജിബു ഇസ്തിആബുഹാ, എല്ലാ വിഭാഗത്തെയും വിഭാഗത്തിന് മുഴുവനായി കൊടുക്കൽ നിർബന്ധമില്ല. ബൽ യജൂസു ദഫ്ഉ ഇലാ വാഹിദിൻ മിൻഹാ, 8ൽ നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൊടുത്താലും അത് അനുവദനീയമാണ്. വയുഅ്താ ജമീഉ സദഖത്തി മഅ വുജൂദിൽ ബാഖീൻ, മറ്റു വിഭാഗങ്ങളൊക്കെ നിൽക്കെ തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ധർമ്മം മൊത്തം കൊടുക്കുന്നതും വിരോധമല്ല, മതിയാകുമെന്ന് വഹുവ ഖൗലു മാലിക്കിൻ വ ജമാഅത്തിൻ മിന സലഫി വൽ ഖലഫി, മുൻഗാമികളും പിൻഗാമികളുമായിട്ടുള്ള ധാരാളം മഹാന്മാരും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒക്കെ ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. എന്തായാലും അത് കർമ്മശാസ്ത്രപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ്. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് എന്തായാലും സക്കാത്ത് ഏതു നാട്ടിലാണോ ഉള്ളതെങ്കിൽ ആ നാട്ടിൽ നിന്ന് ഈ 8 വിഭാഗത്തിൽ നിന്ന് എത്ര വിഭാഗമാണോ എത്തിക്കപ്പെടുന്നതെങ്കിൽ ആ വിഭാഗത്തിന് മുഴുവനും കൊടുക്കണം. പക്ഷെ ആ വിഭാഗത്തിലുള്ള ഓരോ മെമ്പർക്കും കൊടുക്കണമെന്നല്ല, മറിച്ച് ആ വിഭാഗത്തിൽ നിന്നുള്ള 3 പേർക്കെങ്കിലും കൊടുക്കുന്ന ശൈലി സ്വീകരിക്കണം എന്നാണ് നിയമം എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു നാട്ടിൽ സക്കാത്ത് വിതരണം നടക്കുന്നുവെങ്കിൽ ആ നാട്ടിൽ എത്ര കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണുള്ളത് നോക്കണം ഈ 8ൽ നിന്ന്. എന്നാൽ ആ മൊത്തം സക്കാത്തിനെ അത്ര വിഹിതമായി തിരിക്കുക ആദ്യം. മനസ്സിലായോ? ഉദാഹരണം ഫക്കീർ, മിസ്കീൻ, അതിന്റെ വിശദീകരണം പിന്നെ പറയാം. ഫക്കീർ, മിസ്കീൻ, കടം കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാർ ഒരു നാട്ടിൽ സക്കാത്ത് വിതരണം ചെയ്യാൻ ഈ 3 വിഭാഗമേ ഉള്ളൂ എന്ന് കൂട്ടിക്കോളൂ. എന്നാൽ ആകെയുള്ള സക്കാത്തിന്റെ മുതലിനെ 3ആയി ഭാഗിക്കണം. എന്നിട്ട് ഓരോ ഭാഗം ഓരോ വിഭാഗത്തിനായിട്ട് മാറ്റിവെക്കണം. ഇനി ഓരോ വിഭാഗത്തിൽ നിന്നുമുള്ള 3 പേരെങ്കിലും സെലക്ട് ചെയ്യണം. 3 പേരെ സെലക്ട് ചെയ്താൽ ആ 3 പേർക്കും എന്ത് ചെയ്യണം, ഇതിന്റെ ഒരു വിഹിതം ഓരോ 3 വിഭാഗത്തിനായി മാറ്റിവെച്ചതിലെ സാധുക്കൾക്കുള്ള വിഹിതം അത് സാധുക്കൾ എന്ന് സെലക്ട് ചെയ്യണം, 3 ആൾക്ക് കൊടുക്കുക. ആ 3 ആൾക്കും ഒരേപോലെ കൊടുക്കണമെന്നല്ല, അവരുടെ ആവശ്യത്തിന്റെ വ്യത്യാസവും അതുപോലെ ആവശ്യത്തിന്റെ ശക്തിയും അനുസരിച്ച് ആ വിഭാഗത്തിൽ നിന്ന് ഓരോരുത്തർക്കും വ്യത്യസ്തമായി കൊടുക്കാം. പക്ഷെ ആ വിഭാഗത്തിന് സമമായി തന്നെ ഉള്ള വിഭാഗങ്ങൾക്കെല്ലാം ഓഹരി ചെയ്യണമെന്നാണ് നിയമം എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പൊ ഒരു നാട്ടിൽ സക്കാത്ത് വിതരണം നടത്താനുണ്ട്.
ആ സക്കാത്ത് വിതരണം നടത്താൻ നോക്കുമ്പോ എത്ര അവകാശികളുടെ അർഹരായ എത്ര കൂട്ടരുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു നാട്ടിൽ 3 വിഭാഗമാണുള്ളതെന്ന് അറിഞ്ഞു നോക്കുക. എന്നാൽ ആകെയുള്ള സക്കാത്തിന് മുതലിന് 3ആയി ഭാഗിക്കുക. എന്നിട്ട് ആ ലഭ്യമായ ഓരോ വിഭാഗത്തിനും ഓരോ വിഹിതം മാറ്റിവെക്കുക. എന്നിട്ട് ആ ഓരോ വിഭാഗത്തിൽ നിന്നും 3 പേരെ സെലക്ട് ചെയ്യുക, ചുരുങ്ങിയത് 3 പേരെ സെലക്ട് ചെയ്യുക. ആ 3ൽ ഓരോരുത്തർക്കും ഇതിലെ ഓരോ വിഹിതത്തിൽ നിന്ന് എന്ത് ചെയ്യുക, എടുത്തു കൊടുക്കുക. എന്നാൽ ഒരു വിഭാഗത്തിന് മാറ്റിവെച്ച സമ്പത്തിൽ നിന്നുള്ള 3 പേരെ തെരഞ്ഞെടുക്കുമ്പോൾ 3 പേർക്കും സമമായി വിതരണം ചെയ്യണമെന്നില്ല. അവരുടെ ആവശ്യത്തിന്റെ തോതനുസരിച്ച് ഏറ്റക്കുറച്ചിലുകളോടെ വിതരണം ചെയ്യാവുന്നതാണ്. ഇതാ പറഞ്ഞതിന്റെ ചുരുക്കം. ഏതായാലും ആർക്കാ കൊടുക്കേണ്ടത് 8 വിഭാഗം. 1 ഫുഖറാ, ദരിദ്രന്മാർ. ദരിദ്രന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് അനുയോജ്യമായ ജോലിയോ വരുമാന മാർഗങ്ങളോ ഒന്നും തന്നെ ഇല്ല. 10 രൂപക്ക് ആവശ്യമുള്ള ആളാണ്, 5 രൂപക്ക് പോലും വകുപ്പില്ലാത്ത അവസ്ഥയാണ്, അവനാ ദരിദ്രൻ. രണ്ടാമത്തത് മിസ്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞാലോ അവന് കുറച്ചൊക്കെ മാർഗങ്ങളുണ്ട്, പക്ഷെ ആവശ്യത്തിന് തികയില്ല. 10 രൂപ ചെലവുണ്ട്, ഒരു 7 രൂപ ഒക്കും, 3 രൂപ എന്നും എന്താണ് ഷോർട്ടാണ്. അങ്ങനെയുള്ള ആളുകളാണ് മിസ്കീമാർ, സാധുക്കൾ. വൽ ആമിലീന അലൈഹ, സക്കാത്തിന്റെ മേലെ ജോലി ചെയ്യുന്നവർ. ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത് മാത്രമേ ഈ കാറ്റഗറി ഉണ്ടാവുകയുള്ളൂ. അതായത് സക്കാത്ത് വിതരണം, സക്കാത്ത് ഏതൊക്കെ മുതലാളിമാരാണ് സക്കാത്ത് കൊടുക്കേണ്ടതുള്ളത് അതിന്റെ കണക്കെടുക്കുന്നവർ, അതേപോലെ തന്നെ സക്കാത്തിന്റെ മുതല് ശേഖരിച്ച് ഭരണാധികാരിയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ, അതിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നവർ, അതുപോലെ തന്നെ ആ സക്കാത്ത് വിതരണം ചെയ്യുന്ന ആ വിഷയത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ സക്കാത്തിന്റെ ജോലിക്കാരാണ്. ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത് മാത്രമേ ഈ കാറ്റഗറി ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടുകളിലൊന്നും ഈ വിഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. അപ്പൊ ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ നിന്ന് ഔട്ടായിപ്പോ 8ൽ നിന്ന് ഒരു കൂട്ടര് നമ്മുടെ നാട്ടിലില്ല, അത് മാറ്റിവെച്ചു. വൽമുഅല്ലഫത്തി ഖുലൂബുഹും, പിന്നെ ഹൃദയം മെണക്കപ്പെട്ടവർ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പുതുമുസ്ലിമീങ്ങൾ എന്നാണ് അതിന്റെ ഉദ്ദേശം. പുതുമുസ്ലിമീങ്ങൾ എന്നതിൽ നിന്ന് പരിഗണിക്കേണ്ടത് ആരെയാണ് എന്നതിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ പക്ഷം മുസ്ലിം ആയിട്ടുള്ള ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആള്, അവർക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അവരെ പോലുള്ളവർക്ക് കൂടി ഇസ്ലാമിലേക്ക് വരാനുള്ളൊരു പ്രചോദനം അതുകൊണ്ടുണ്ടാവുകയോ അല്ലെങ്കിൽ അവരുടെ ഈമാൻ ഉറപ്പിച്ച് നിർത്താനത് സഹായകമാവുകയോ ചെയ്യുക എന്നൊരു ഗുണം അതിനുണ്ട്. അതുകൊണ്ട് പുതുമുസ്ലിമീങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം. അത് നമ്മുടെ നാട്ടിൽ അങ്ങിങ്ങായൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ ആളുകളെ പരിഗണിക്കാം. 5ാമത്തെ വിഭാഗം മോചനപത്രം ഫിർഖാബി, മോചനപത്രം എഴുതിയ അടിമകൾ. അടിമ വ്യവസ്ഥ നിലനിൽക്കുന്ന കാലത്ത് യജമാനന് ഞാൻ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം, നിങ്ങൾ എന്നെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാക്കണം എന്ന് കരാറുണ്ടാക്കുന്നൊരു സംവിധാനമുണ്ടായിരുന്നു. അപ്പൊ ആ കരാറുണ്ടാക്കുന്ന സമയത്ത് ആ കരാറനുസരിച്ച് അദ്ദേഹത്തിന്റെ മോചനപത്രം എഴുതിയ ഉടമസ്ഥന് ആ സംഖ്യ കൊടുക്കാൻ ഈ അടിമക്ക് ജോലി ചെയ്തിട്ട് സ്വന്തമായി സാധിക്കാത്ത അവസ്ഥ വരുമ്പോ അതിനാവശ്യമായ ഫണ്ട് സക്കാത്തിന്റെ ഫണ്ടിൽ നിന്ന് എടുക്കാവുന്നതാണ്. അങ്ങനെ അടിമ മോചനം എന്ന് പറയുന്നത് ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സംഗതിയാണ്. അടിമ വ്യവസ്ഥ നിലനിന്ന കാലത്ത് തന്നെ, അല്ലാതെ അടിമത്തത്തെ പ്രോത്സാഹിപ്പിച്ച മതമല്ല ഇസ്ലാം. അടിമകളെ മോചിപ്പിക്കുക എന്നത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ അടിമ മോചനത്തിന് സാധ്യമായ എല്ലാ വഴികളും ഇസ്ലാം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കാറ്റഗറിയും ഇന്ന് ലഭ്യമല്ല, കാരണം അടിമ വ്യവസ്ഥ ഇന്ന് നിലനിൽക്കുന്നില്ല. അപ്പൊ 2 കാറ്റഗറി ഔട്ടായി. 3ാമത്തത് ആറാമത്തത് വൽഗാരിമീൻ, കടം കൊണ്ട് വിഷമിക്കുന്നവർ, കടക്കാർ. കടം കൊണ്ട് വിഷമിക്കല് എന്ന് എല്ലായിടത്തും വന്നോളുന്നില്ല. കടക്കാർ പറഞ്ഞ ആരാ? സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി എന്നിട്ട് അത് വീട്ടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലാത്ത അവസ്ഥ വന്നു. അയാളാണ് കടം കൊണ്ട് വിഷമിക്കുന്ന ആളെന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു വിഭാഗം സ്വന്തം ആവശ്യത്തിനല്ല, സമൂഹത്തിന്റെ ഒരു പൊതു നന്മക്കോ അല്ലെങ്കിൽ രണ്ടുപേർക്കിടയിൽ പ്രശ്നമുണ്ടായപ്പോൾ അതിലൊരു രത്നിപ്പിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്തു, ഒരാൾ കടം വാങ്ങി ക്യാഷ് കൊടുത്ത് തൽക്കാലം ജാമ്യം നിന്നിട്ടോ മറ്റോ ആ പൈസ തൽക്കാലം ഞാൻ തരാമെന്ന് പറഞ്ഞാൽ കടം വാങ്ങിക്കൊടുത്തു, ആ പ്രശ്നം തീർത്തു. എന്നാൽ അയാൾ ധനികനാണെങ്കിൽ പോലും ആ കടം വീട്ടാൻ ആവശ്യമായിട്ടുള്ള പൈസ അദ്ദേഹത്തിന് കൊടുക്കുന്നത് സക്കാത്തിന്റെ ഫണ്ടെന്ന് പരിഗണിക്കണം. അപ്പൊ എന്താ വെച്ചാൽ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ക്ലാഷുകൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടാൻ ആളുകൾക്കൊരു പ്രചോദനം ഉണ്ടാകും. അപ്പൊ കടം സ്വന്തം ആവശ്യത്തിന് വാങ്ങിയ ആളും പെട്ടു, മുസ്ലിങ്ങളുടെ പൊതു ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയിട്ട് ആ കടം വീട്ടാനും ഈ കടക്കാരൻ എന്ന ആ കാറ്റഗറിയിൽ നിന്ന് കൊടുക്കാവുന്നതാണ്. ഇത് നാട്ടിൽ ധാരാളമുണ്ട്. കടം കൊണ്ട് വിഷമിക്കുന്നവരെന്ന് നാട്ടിൽ ധാരാളം ഉണ്ടാകും. വഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, ഇസ്ലാമിക ഭരണാധികാരിക്ക് കീഴിൽ ശമ്പളം പറ്റാതെ
യോദ്ധാവായി നിൽക്കുന്ന ആളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെന്ന് പറയുന്നത്. ആ കാറ്റഗറി ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല. അത് 3 കാറ്റഗറി തീരെ നമ്മുടെ നാട്ടിലില്ല. സക്കാത്തിന്റെ ജോലിക്കാര്, മോചനപത്രം എഴുതിയ അടിമ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യോദ്ധാക്കൾ, ഈ 3 കൂട്ടർ നമ്മുടെ നാട്ടിലില്ല. ഏതെങ്കിലും തല്ലിപ്പൊളി ജിഹാദിലൊന്നും പിന്നെ സക്കാത്തിന്റെ വിഹിതത്തിന് കൊടുക്കാനോട്ട് പാടും ഇല്ല എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പൊ ഈ 3 ബാക്കി 5 കാറ്റഗറി ഒബിനിസബീലി, യാത്രക്കാർ, യാത്രയിൽ സമ്പത്ത് കയ്യിലില്ലാതെ കുടുങ്ങിപ്പോയ മനുഷ്യനും പുതിയതായിട്ടൊരു യാത്ര ആരംഭിക്കുന്നു, അതിനാവശ്യമായ ഫണ്ട് തികയാത്തവനും ഈ ഗണത്തിൽ പരിഗണിക്കപ്പെടും എന്ന് ബഹുമാനപ്പെട്ട പണ്ട് ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഫക്കീർ, മിസ്കീൻ, കടം കൊണ്ട് വിഷമിക്കുന്നവര്, അതേപോലെ തന്നെ പുതുമുസ്ലിമീങ്ങൾ, യാത്രക്കാർ. ഈ 5 കാറ്റഗറിയാണ്. ഇതിൽ യാത്രക്കാരെന്നത് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. അതേപോലെ തന്നെ പുതുമുസ്ലിമീങ്ങളും എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. അതേസമയത്ത് ഫക്കീറും മിസ്കീനും അതേപോലെ തന്നെ കടം കൊണ്ട് വിഷമിക്കുന്നവരും, ഈ 3 കാറ്റഗറി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. ഈ ആളുകൾക്ക്, ഈ യോഗ്യതയുള്ളവർക്ക് മാത്രമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ നാട്ടിൽ എത്തീങ്ങാനക്ക് സക്കാത്ത് ചോദിച്ചിട്ട് റമദാനിലൊക്കെ കാണാം പത്രത്തിൽ പരസ്യം, എത്തീങ്ങാനക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വിടൂല എന്ന് മനസ്സിലായല്ലോ. അതേപോലെ തന്നെ സംഘടനാ പ്രവർത്തനത്തിന് സക്കാത്ത് മാറ്റിവെക്കുന്ന, പത്രത്തിന്റെ കടം തീർക്കാൻ സക്കാത്ത് മാറ്റിവെക്കുന്ന സ്വഭാവമൊക്കെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്, സക്കാത്തിലെ കൈയിട്ടുവാരികൾ. അത്തരം ആളുകൾക്കൊന്നും സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടൂല നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സക്കാത്തിന്റെ സംഘടിത വിതരണത്തിന് വല്ലാതെ ആവേശം കാണിക്കുന്ന പലരും ഇത്തരത്തിലുള്ള ചില ദുഷ്ടലാക്ക് കൂടി അജണ്ടയായി സെറ്റ് ചെയ്തുകൊണ്ടാണ് നടത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അത്തരക്കാരുടെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ സക്കാത്ത് ഫലപ്രദമായ വിധത്തിൽ വിനിയോഗിക്കുന്ന ശ്രമങ്ങളിൽ പങ്കാളികളാവാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫരീളത്തും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട ഒരു നിശ്ചയമാണിത്, പടച്ചോൻ നിർബന്ധപൂർവ്വം നിശ്ചയിച്ചിട്ടുള്ളതാണിത്. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവരും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവരുമാകുന്നു എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വഅലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.